ഹലോ ഫ്രണ്ട്സ്, സൂപ്പർ കൺമണിയുടെ ഇന്നത്തെ എപ്പിസോഡിന്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ കൺമണിയും ശ്രീനിവാസനും സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് ഉണ്ണിത്തിരുമേനി അവരുടെ അടുത്തേക്ക് വരുന്നത്. ഉണ്ണിത്തിരുമേനിയെ ശ്രീനിവാസനെ പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട് കൺമണി. മുത്തശ്ശന് പകരമായിട്ടാണ് ഞാനിവിടെ വന്നിരിക്കുന്നതെന്ന് ഉണ്ണിത്തിരുമേനി പറയുന്നത് കേട്ടിട്ട്, പക്ഷെ പഴയ ശാന്തിയെ ഞാൻ ഇന്നലെ പോലും കണ്ടിരുന്നല്ലോ എന്ന് ശ്രീനിവാസൻ പറഞ്ഞപ്പോ മുത്തശ്ശൻ എന്നും വരുമെന്നും പക്ഷെ പൂജയൊന്നും ചെയ്യില്ല എന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഉണ്ണിത്തിരുമേനി. പക്ഷെ ശ്രീനിവാസൻ അത് അപ്പോഴും ഉൾക്കൊള്ളാൻ സാധിച്ചിട്ടില്ല. ശ്രീനിവാസൻ പൂജ ചെയ്യുന്നത് കണ്ടു എന്നുള്ള രീതി തന്നെയാണ് നിൽക്കുന്നത്. അച്ഛന് തോന്നിയതായിരിക്കാമെന്ന് കൺമണിയും പറയുന്നുണ്ട്. കൺമണി ചേച്ചി ഇന്ന് വരുമെന്ന് എനിക്കൊരു തോന്നലുണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ ഞാൻ ചേച്ചിക്ക് തരാനായി നിവേദ്യം എടുത്തു വെച്ചിരുന്നു. ഇതാ പായസം എന്ന് പറഞ്ഞ് കൺമണിക്കും ശ്രീനിക്കുമായിട്ട് അത് കൊടുക്കുകയാണ്. രണ്ടുപേരും സന്തോഷത്തോടെ കഴിക്കുന്നു. ശ്രീനിക്കാണെങ്കിലും ഉണ്ണിത്തിരുമേനി ഒത്തിരി ഇഷ്ടാവുന്നുണ്ട്. ചിരിക്കാൻ കിട്ടുന്ന ഒരവസരവും ഞാൻ പാഴാക്കാറില്ലെന്നൊക്കെ ഉണ്ണിത്തിരുമേനി പറയുന്നത് കേട്ടിട്ട്, പക്ഷെ ഞങ്ങൾ അങ്ങനെ ചിരിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയിലല്ലെന്നും ഞങ്ങളുടെ വീട് കൈവിട്ടു പോകുന്ന ഘട്ടത്തിലാണെന്നും അറിയിക്കുമ്പോൾ, കൈവിട്ടു പോകുന്ന ഘട്ടത്തിലാണെന്നല്ലേ ഉള്ളൂ, പക്ഷെ കൈവിട്ടു പോയിട്ടില്ലല്ലോ എന്നിങ്ങനെ അവരോട് പറയുമ്പോൾ ശ്രീനിക്കും കൺമണിക്കും അത് കേട്ട് സന്തോഷമാവുന്നുണ്ട്, ആശ്വാസമാവുന്നുണ്ട്. പൂജയ്ക്കുള്ള സമയമായെന്ന് പറഞ്ഞ് ഉണ്ണിത്തിരുമേനി പോയതിനു ശേഷം ശ്രീനിവാസൻ ഉണ്ണിത്തിരുമേനിയെ പറ്റി പറയുന്നുണ്ട്. നല്ല ഐശ്വര്യമുള്ള ഒരു കുട്ടിയാണ് അവനെന്നും അവന്റെ സംസാരം കേൾക്കുമ്പോൾ മനസ്സിനൊരു സമാധാനം തോന്നുന്ന പോലെയെന്നും. അപ്പൊ കൺമണി പറയും, ഗോകുൽ ഇവനെ പറയുന്നത് ഗണപതി ഭഗവാനാണെന്നാ. ആ കലിയുഗം അല്ലേ, ഒന്നും പറയാൻ പറ്റില്ല, ഭഗവാൻ ഏത് രൂപത്തിലും വന്നേക്കാമെന്ന് ശ്രീനിയും അഭിപ്രായപ്പെടുന്നുണ്ട്. അതിനുശേഷം കാണിക്കുന്നത് കരീം സാഹിബ് ദേവ്ജിയുടെ അടുത്ത് എത്തുമ്പോൾ അവർ രണ്ടുപേരും കെട്ടിപ്പിടിച്ച് അവരുടെ സന്തോഷം പ്രകടിപ്പിക്കുന്നുണ്ട്. തുടർന്ന് കൃഷ്ണനും കരീം സാഹിബിനെ ദേവ്ജി പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. കൃഷ്ണനെ കാണുന്ന കരീം സാഹിബ് ആകട്ടെ ആ കാമദേവനെയും അവന്റെ കൂട്ടുകാരൻ സിയോനെയും ഒക്കെ ഇടിച്ച് നിരപ്പാക്കിയ മുതലല്ലേ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ കൃഷ്ണ അത്ഭുതത്തോടെ ചോദിക്കുന്നുണ്ട് അതെങ്ങനെ മനസ്സിലായെന്ന്. കണ്ടറിഞ്ഞൂടെ തന്നെ പൊട്ടിച്ചിരിച്ചുകൊണ്ട് കരീം സാഹിബ് അവന് മറുപടി കൊടുക്കുന്നു. തുടർന്ന് കരീം സാഹിബിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് ദേവ്ജി കൃഷ്ണന് പറഞ്ഞു കൊടുക്കുകയാണ്. അലികയ്ക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ കരീം സാഹിബ് അപ്പം എത്തും, അത് കൃത്യമായിട്ട് കൈകാര്യം ചെയ്തിട്ട് പോകുകയും ചെയ്യും. ഈ കേസിലിപ്പോ ഞാൻ കാര്യങ്ങളൊന്ന് ചെറുതായിട്ട് സൂചിപ്പിച്ചതേ ഉള്ളൂ, പക്ഷേ കരീം സാഹിബ് ആ നിമിഷം ഇങ്ങോട്ട് എത്തി. കരീം സാഹിബ് പറയുന്നുണ്ട്, ഞാൻ കൺമണിയുടെ വീട്ടിൽ പോയിരുന്നു, പിന്നെ ആ ധനലക്ഷ്മി ഉണ്ടല്ലോ, ഓളിച്ചിരി കാഞ്ഞ വിത്ത, ഓളാ വിവരം വരുണിനെ അറിയിച്ചിട്ടുണ്ടാവും. ഇതൊക്കെ കേൾക്കുന്ന കൃഷാകട്ടെ അവൻ വീട് എഴുതി തരുമോ എന്നിങ്ങനെ സംശയത്തോടെ ചോദിക്കുമ്പോ, അവനല്ല അവന്റെ ഉപ്പൂപ്പ വരെ വീട് എഴുതി തരും, വീട് എഴുതി വാങ്ങിച്ചിട്ടേ ഞാൻ ഇവിടുന്ന് പോകൂ. സ്നേഹിക്കുന്ന മനസ്സുകളെ ഒന്നിപ്പിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യാൻ കൂടിയാ പടച്ചോൻ നമ്മളെ അയച്ചിരിക്കുന്നത് എന്നൊക്കെ ഉറപ്പ് കൊടുക്കുന്നുണ്ട് കൃഷ്ണന് കരീം സാഹിബ്. കൃഷ്ണനാണെങ്കിലും സന്തോഷമാവുന്നുണ്ട് അത് കേട്ടിട്ട്. തുടർന്ന് കരീം സാഹിബ് കൺമണിയെ പറ്റി തിരക്കുന്നുണ്ട്. അങ്ങനെ കൺമണിയെ കാണാനായിട്ട് കരീം സാഹിബ് ആഗ്രഹം പഠിപ്പിക്കുമ്പോൾ കൃഷ്ണ ആണെങ്കിൽ നാണത്തോടെ നിൽക്കുകയാണ്. അപ്പൊ ദേവ്ജി പറയും, എടാ നീ ഇങ്ങനെ ചമ്മണ്ട, കൺമണിയെ വേഗം കാണിച്ചു കൊടുക്ക്. ഉടനെ തന്നെ കൃഷ്ണ തന്റെ ഫോൺ എടുത്തിട്ട് അതിലുള്ള കൺമണിയുടെ ഫോട്ടോ കരീം സാഹിബിന് കാണിച്ചു കൊടുക്കുകയാണ്. കരീം സാഹിബ് ആണെങ്കിലും കൺമണിയെ കണ്ടിട്ട് ഇത് കൺമണിയല്ല, സൂപ്പർ കൺമണിയാണ് എന്നിങ്ങനെ പറയുന്നു. ദേവ്ജി പറയും, പാവമാണ് സാറേ കൺമണി, അവൾക്ക് സ്വന്തം വീട്ടിലും ജോലി സ്ഥലത്തും ഒന്നും ഒരു സമാധാനവും ഇല്ല. അപ്പോ കരീം സാഹിബ് പറയും, ഓൾക്ക് സമാധാനം ഉണ്ടാക്കി കൊടുക്കാനാണല്ലോ സാഗർ ഒരു രാജകുമാരനെ ഇറക്കിയിട്ടുള്ളത്, അതുകൊണ്ട് ഇനി ഒന്നും പേടിക്കണ്ട, എല്ലാം എനിക്ക് വിട്ടേക്ക്. ആ കൺമണിയുടെ വീടിന്റെ ആധാരം ആ കുട്ടിയുടെ കയ്യിൽ വെച്ചിട്ടേ ഈ കരീം സാഹിബ് സ്ഥലം വിടൂ. കരീം സാഹിബിന്റെ ആ വെല്ലുവിളി കിട്ട് കൃഷ്ണനാണെങ്കിലും ഒത്തിരി സന്തോഷാവും. അതിനുശേഷം കാണിക്കുന്നത് ബലരാമനെ കാണാൻ എത്തിയിരിക്കുകയാണ് അഡ്വക്കേറ്റ് ഷൺമുഖം. ഷൺമുഖദാസിനോട് ചോദിക്കുന്നുണ്ട് ബലരാമൻ, സർ എനിക്ക് എന്നാ ഇനി ഒന്ന് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുക, 2 ആഴ്ചത്തെ കൂടെ താമസം ഉണ്ടാവുമെന്ന് ഷൺമുഖദാസ് പറഞ്ഞു കൊടുക്കുമ്പോ, ഇവിടെ കിടന്ന് മടുത്തുകൊണ്ടല്ല സർ, പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ എനിക്ക് ചെയ്യാൻ കുറെ കാര്യങ്ങൾ ഉള്ളതുകൊണ്ടാ ധൃതി കാണിക്കുന്നത്. ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് എന്റെ അച്ഛനെയും അമ്മയും കണ്ടുപിടിച്ചാൽ മാത്രമേ എനിക്ക് സമാധാനം കിട്ടൂ. സാർ എനിക്ക് വാക്ക് തന്നിരുന്നു അവരെ എന്റെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തുമെന്ന്. അത് കേൾക്കുന്ന ഷൺമുഖദാസ് പറയുന്നുണ്ട്, അതെ ഞാൻ വാക്ക് തന്നിരുന്നു, പക്ഷെ പിന്നീട് ആലോചിച്ചപ്പോ അവർക്ക് നിന്നെ വേണ്ട, അവരതുകൊണ്ടല്ലോ നിന്നെ ഉപേക്ഷിച്ചത്. നമ്മളെ വേണ്ടാത്തവരെ നമുക്കും വേണ്ട, അങ്ങനെ ചിന്തിച്ചാ പോരെ, പിന്നെന്തിന് അവരെ കാണാൻ വേണ്ടി ഇങ്ങനെ വെപ്രാളം കൂട്ടുന്നത്, അത് വിട്ടേക്ക്. എന്നാൽ ആ പറഞ്ഞത് ബലരാമൻ ഒട്ടും പിടിക്കുന്നില്ല. എന്നെ വലിച്ചെറിഞ്ഞ് കഴിഞ്ഞവരെ ഞാൻ അങ്ങോട്ട് വിട്ടുകളയാനോ എന്ന് ചോദിക്കുകയാണ്. അവരെ കയ്യിൽ കിട്ടാൻ വേണ്ടി കാത്തിരിക്കുക ഞാൻ. അവരോട് എന്ത് തെറ്റ് ചെയ്തിട്ടാ അവരെന്നെ കൈവിട്ട് കളഞ്ഞത്, അതെനിക്ക് അറിഞ്ഞേ പറ്റൂ. ചാവുന്നെങ്കിൽ ചത്തോട്ടെ എന്ന് കരുതിയല്ലേ അവരെന്നെ കളഞ്ഞത്. ബാലഗോപാലെന്നും സുമിത്ര എന്നും പറഞ്ഞ 2 നല്ല മനുഷ്യരുടെ കയ്യിൽ കിട്ടിയതുകൊണ്ടല്ലേ ഞാൻ ഇന്നും ജീവനോടെ ഇരിക്കുന്നത്. ഇതെല്ലാം കേൾക്കുന്ന ഷൺമുഖദാസ് ബലരാമനോട് ചോദിക്കുകയാണ്, അപ്പൊ നീ അവരെ കൊല്ലും അല്ലേ? സംശയമില്ല സർ, കൊല്ലുക തന്നെ ചെയ്യും. വിചാരിച്ചതുപോലെ എല്ലാ കാര്യങ്ങളും സാധിച്ചെന്ന് വരില്ല, പക്ഷെ ഇത് ഞാൻ ചെയ്യും, അവരെ ഞാൻ കൊല്ലും
ഇപ്പൊ എന്റെ ജീവിത ലക്ഷ്യം തന്നെ ഇതാ. ഉടനെ ഷൺമുഖദാസും അതിനെ സപ്പോർട്ടായിക്കൊണ്ട് പറയും, നീ കൊന്നിട്ട് വാടാ മോനെ, പുഷ്പം പോലെ ആ കേസ് ഞാൻ വിജയിപ്പിച്ചു തരാം. ജന്മം തന്നു എന്ന് പറഞ്ഞ് ആരും അച്ഛനും അമ്മയൊന്നും ആകുന്നില്ലല്ലോ, മക്കളായി തന്നെ വളർത്തണം. അല്ലാതെ പ്രസവിച്ചിട്ട് വലിച്ചെറിയാൻ എവിടുത്തെ മാതാപിതാക്കളാ? അവരെ പിശാചുക്കളാ. അതേസമയം ബെല്ലാമൻ ചോദിക്കുന്നുണ്ട്, പക്ഷെ ആ പിശാചുക്കൾ ആരാണെന്ന് മാത്രം വക്കീൽ എന്നോട് എന്തുകൊണ്ടാ പറയാത്തതെന്ന്. ഷൺമുഖദാസ് അത് കേട്ടിട്ട് ചിരിയോടെ പറയും, ഞാൻ പറയോടെ തന്നോട് അത് സമയമാവട്ടെ, കൃത്യമായിട്ടുള്ള നേരത്ത് നീ അറിയും അവരാരാണെന്ന്. നീ ഭൂമിക്ക് ഭാരമാണെന്ന് തീരുമാനിച്ച് കൈയൊഴിയാൻ തീരുമാനിച്ചവരുടെ മുഖം മൂടി ഞാൻ വലിച്ചു കീറും, നിന്റെ മുൻപിൽ നിർത്തും. പിന്നൊരു കാര്യം, ഇനി ഇവിടെ ഇറങ്ങും വരെ വീട്ടിലേക്ക് വിളിക്കാനോ ആരെയോ കാണാനോ നിൽക്കണ്ട, അത് ദോഷം ചെയ്യും. ശേഷം സെല്ലിലേക്ക് പോകുന്നതിന് മുമ്പ് ബെല്ലാമൻ ഒരു കാര്യം കൂടെ വക്കീലിനോട് പറയുകയാണ്. പറയാൻ പോകുന്ന കാര്യം സാർ എനിക്ക് സാധിച്ചു തരണമെന്ന് ആവശ്യപ്പെടുന്നു. എന്താണെന്ന് വക്കീൽ ചോദിക്കുമ്പോൾ, ജന്മം തന്ന് എന്റെ അച്ഛനെയും അമ്മയും ഞാൻ വെറുക്കുന്ന പോലെ എന്നെ വെറുക്കുന്ന വേറൊരു അച്ഛനും അമ്മയും എനിക്കുണ്ട്. അവരുടെ കാല് പിടിച്ച് എനിക്ക് മാപ്പ് ചോദിക്കണം. അതിനൊരവസരം സാർ ഉണ്ടാക്കി തരൂ. അതായത് അങ്ങനെ രണ്ടുപേരെന്ന് ഷൺമുഖദാസ് ചോദിക്കുന്നത് കേട്ടിട്ട്, എന്നെ ഇപ്പൊ ജയിലിലാക്കിയവര് തന്നെ സാഗറും സുജാതയും. നിനക്ക് കണ്ടാ മാത്രം മതിയോന്ന് ഷൺമുഖദാസ് ചോദിക്കുമ്പോ, കണ്ടാ മാത്രം പോരാ സാർ, ഞാൻ ചെയ്തതിനെല്ലാം എനിക്ക് അവരുടെ കാല് പിടിച്ച് മാപ്പ് ചോദിക്കണം, പ്രായശ്ചിത്തം ചെയ്യണം. ആ ബെല്ലാമ്മ, നീ സമാധാനമായിരിക്കേ, അതിന് കൃത്യമായിട്ടൊരു അവസരം ഞാൻ ഉണ്ടാക്കി തരാം. എന്താ അത് പോരെന്ന് ചോദിക്കുന്നുണ്ട് വക്കീൽ. മതിയെന്ന് പറയുന്നുണ്ട് തിരിച്ച് ബലരാമനും. വക്കീൽ പോയതിനു ശേഷം സഹദേവനാണെങ്കിലും ബലരാമന്റെ അച്ഛനോടും അമ്മയോടുള്ള ആ പ്രതികാരം ഒന്നുകൂടെ തിളപ്പിക്കാൻ വേണ്ടിയിട്ട് കുറെ ഡയലോഗ് അടിക്കുന്നുണ്ട്. ഒരു ദാക്ഷിണ്യമില്ലാതെ സ്വന്തം കുഞ്ഞിനെ വലിച്ചെറിഞ്ഞ അവരെയൊക്കെ കൊല്ലുക തന്നെ വേണം സാറേ, ദൈവത്തിന്റെ കോടതിയില് അതൊരിക്കലും ഒരു തെറ്റാവില്ല സാറേ എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ കേട്ട് ബലരാമനാണെങ്കിലും അവരെ കൊല്ലണമെന്ന് തന്നെ മനസ്സിൽ വീണ്ടും വീണ്ടും തീരുമാനിച്ചുറപ്പിക്കുകയാണ്. കൺമണിയാണെങ്കിലും ക്ഷേത്രത്തിലെല്ലാം പോയി പ്രാർത്ഥിച്ച് മടങ്ങി വരുന്ന സമയത്താണ് കൺമണിക്ക് വേണ്ടി പുറത്ത് കാത്തു നിൽക്കുകയായിരുന്ന CA അനിരുദ്ധ് കൺമണി അനിരുദ്ധിനെ കണ്ടിട്ട് മൈൻഡ് ചെയ്യാതെ പോകുന്നത് കണ്ടിട്ട് ഒന്ന് നിൽക്കാനായിട്ട് പറയുന്നത്. അല്ല, എവിടേക്കാ ഈ ധൃതിപ്പെട്ട് പോകുന്നത്, എന്നെ നിനക്ക് മനസ്സിലായില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ കൺമണിയാണെങ്കിലും ബോൾഡ് ആയിക്കൊണ്ട് തന്നെ മറുപടി കൊടുക്കുകയാണ്. പിന്നെ എനിക്ക് മനസ്സിലായി, ആ വരുണിന്റെ ഗുണ്ടയല്ലേ? ആ പറഞ്ഞത് കേട്ട അനിരുദ്ധിന് ദേഷ്യം വരുന്നുണ്ട്. നീ എന്താടി പറഞ്ഞത്? പിന്നെ നീ വലിയ വാചകമൊന്നും അടിക്കണ്ട. വരുൺ പറഞ്ഞിട്ടാ അന്ന് നിനക്ക് കേസെടുക്കായിരുന്നത്, അല്ലെങ്കിൽ അന്ന് നീ നിന്റെ കൃഷിന്റെ ഒപ്പം അകത്തു പോയാനെ. കൃഷ് സാറിന്റെ ഒപ്പം എവിടെ വേണമെങ്കിലും പോകാൻ തയ്യാറായിരിക്കുന്നവളാണ് ഞാനെന്ന് കൺമണി അതിന് ചുട്ട മറുപടി കൊടുക്കുന്നുണ്ട്. നിന്റെ കൃഷ് സാറിനെ ഞാൻ നരകത്തിലേക്ക് അയക്കുമെന്ന് അനിരുദ്ധ ധാർഷ്ട്യത്തോടെ പറയുന്നത് കേൾക്കുമ്പോ എന്നാൽ കൺമണി അതിനും തിരിച്ചു പറയുന്നുണ്ട്, സാറിന് നരകത്തിലേക്ക് പ്രത്യേകിച്ച് അയക്കേണ്ട കാര്യമൊന്നുമില്ല, സാറ് ഉള്ള ഇടം തന്നെ നരകമാണല്ലോ. ഇത് കേൾക്കുന്ന അനിരുദ്ധ കൺമണിയെ തല്ലാനായിട്ട് കൈയൊന്നുമ്പോ, സാറ് വേണമെങ്കിൽ എന്നെ തല്ലിക്കോ, ഒരു കുഴപ്പമില്ല, പക്ഷെ ഒരു കാര്യം ഓർത്തോ, ചോദിക്കാൻ ഒരാള് പിന്നാലെ വരും. കൃഷ് സാറ് കൊള്ളാൻ തയ്യാറായിട്ട് വേണം എന്നെ തല്ലാൻ. എന്നാൽ കൃഷിനെ തന്നെ വെറുതെ വിടില്ലെന്ന് അനിരുദ്ധ് വെല്ലുവിളിക്കുന്നുണ്ട്. അപ്പൊ കൺമണിയും അനിരുദ്ധിനെ പരിഹസിക്കുകയാണ്. സാറിന്റെ വിഷമം എനിക്ക് മനസ്സിലാകും, അതുകൊണ്ടല്ലേ സാർ ഇങ്ങനെ പറയുന്നത്. പറഞ്ഞോ, ഞാൻ ഈ കോമഡിയൊക്കെ കേട്ടിട്ട് കുറെ നാളായി. അപ്പൊ അനിരുദ്ധ് പറയും, ആ ഞാൻ കേൾപ്പിച്ചു തരാടി, നീ കേൾക്കാനും കാണാനും ഒക്കെ തയ്യാറായിട്ടിരുന്നു. പിന്നെ നീ വരുണിനെ പേടിപ്പിക്കാൻ ആളെ വിട്ടു അല്ലേ? ആരാ അത്? കരീം സാഹിബോ? ഏത് സാഹിബാണെങ്കിലും എന്റെ ഒറ്റ കൈക്ക് തികയില്ല അവൻ. അനിരുദ്ധിന്റെ ഈ പേടിപ്പിക്കലൊന്നും കൺമണിയുടെ മുമ്പിൽ ചെലവാകുന്നില്ല. സാറെന്നെ ഇങ്ങനെ ഇതുപോലെ ഒരുപാട് പേടിപ്പിച്ചിട്ടുണ്ടെന്നും അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നതെന്നും. പിന്നെ പേടിയെന്ന് പറയുന്ന ഒരു സാധനം അതിപ്പോ എനിക്കില്ല, കാരണം എന്റെ കൂടെ ദൈവമുണ്ട്. ഓരോ അപകടം വരുമ്പോഴും രക്ഷിക്കാൻ ദൈവം ഏതെങ്കിലും രൂപത്തിൽ വരുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. പറഞ്ഞു തീർന്നില്ല, ദൈവം അയച്ച പോലെ കരീം സാഹിബും കൂട്ടാളികളും അവിടേക്ക് വരികയാണ്. കരീം സാഹിബിനെ കണ്ടിട്ട് താൻ ആരാണെന്ന് അനിരുദ്ധ് ചോദിക്കുമ്പോൾ, ഞാൻ ആരാണെന്നുള്ളതല്ല പ്രശ്നം, പക്ഷെ ഇവരെ പേടിക്കണമെന്ന് പറഞ്ഞ് കൂടെ നിൽക്കുന്ന ആ കൂട്ടാളികളെ പറ്റി അനിരുദ്ധിന് പറഞ്ഞു കൊടുക്കുന്നുണ്ട് കരീം സാഹിബ്. തനിക്ക് ഞാൻ ആരാണെന്ന് അറിയുമെന്ന് അനിരുദ്ധ് അഹങ്കാരത്തോടെ ചോദിക്കുമ്പോൾ, അത് കൊള്ളാം, സാറിനെ കുഞ്ഞുങ്ങൾക്ക് വരെ മനസ്സിലാവും. ഒറ്റയ്ക്ക് പോകുന്ന പെൺകുട്ടികളെ തടഞ്ഞു നിർത്തി സംസാരിക്കുന്നവൻ CI അനിരുദ്ധ് സാറാണെന്ന് ഉറപ്പിക്കാം. അങ്ങനെയാണ് കരക്കമ്പി. എന്റെ കൈക്ക് ജോലി ഉണ്ടാക്കരുതെന്ന് പറഞ്ഞ് അനിരുദ്ധ് അവരെ വരട്ടാനൊക്കെ ശ്രമിക്കുമ്പോൾ അനിരുദ്ധിനോട് ഏറ്റുമുട്ടാൻ തന്നെ കരീം സാഹിബിന്റെ കൂട്ടാളികൾ മുന്നിട്ട് വരുന്നുണ്ട്. എന്നാൽ കരീം സാഹിബ് അവരെ തടഞ്ഞുകൊണ്ട് പറയും, ഷുക്കൂറെ ജബ്ബാറെ വേണ്ട, അടങ്ങി, നിങ്ങൾക്കുള്ള സമയം ആയിട്ടില്ല. ശേഷം കൺമണിയെ കണ്ടിട്ട്, ഇതാരാ, സാറിന്റെ പെങ്ങളാണോ എന്ന് കരീം സാഹിബ് ചോദിക്കുമ്പോൾ, അറിഞ്ഞിട്ട് എന്ത് വേണമെന്ന് ചോദിക്കുന്നുണ്ട് തിരിച്ചു അനിരുദ്ധ്. ആ അപ്പൊ ഉറപ്പായി സാറിന്റെ പെങ്ങളല്ല. ശേഷം കൺമണിയോടായിട്ട് കരീം സാഹിബ് പറയും, മോളെ സമയം അന്ത്യാവാറായി, വേഗം വീട് പിടിച്ചോ, സാറിനെ നോക്കണ്ട, സാറിന് കുറെ പണിയുണ്ട്. നമ്മള് മൊത്തം ട്രാഫിക് വയലേഷനില്ല, 3 പേരെ ഒരു ബൈക്കില്, അപ്പൊ തന്നെ ഓവർലോഡ്, പിന്നെ ഹെൽമെറ്റും ഇല്ല.
അങ്ങനെ കുറെ പ്രശ്നങ്ങൾ, സാറിന് കുറെ പറ്റിയായിരുന്നു. അപ്പൊ കുറെ സമയം പിടിക്കും, അതുകൊണ്ട് മോള് വേഗം പൊക്കോന്ന് പറയുമ്പോ അനിരുദ്ധ അതിന് സമ്മതിക്കുന്നില്ല. പിന്നെയും വഴക്കുണ്ടാക്കാൻ ശ്രമിക്കുകയാണ്. ഒടുവിൽ ജബ്ബാറും ഷുക്കാറും അനിരുദ്ധിനെ അറ്റാക്ക് ചെയ്യാൻ തന്നെ തുടങ്ങുകയാണ്. അനിരുദ്ധിന്റെ കൈയൊക്കെ പിടിച്ചു തിരിച്ച് ശരിക്കും വേദനിപ്പിക്കുന്നുണ്ട്. അനിരുദ്ധിന് കിട്ടേണ്ടത് കിട്ടിയെന്ന് മനസ്സിലാക്കുന്ന കരീം സാഹിബ് അവരോട് നിർത്താൻ പറയുന്നുണ്ട്. ശേഷം അനിരുദ്ധിനോട് പറയും, ഇവരുടെ കുഴപ്പം ഇതാ, തല്ലാൻ ഒരാളെ ഞാൻ എപ്പോഴും കൊടുത്തുകൊണ്ടിരിക്കണം. തുടർന്ന് ജബ്ബാറിനെയും ഷുക്കാറിനെയും ഒക്കെ കുറിച്ചിട്ട് കരീം സാഹിബ് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ അനിരുദ്ധിന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അവര് കുറച്ച് പ്രശ്നക്കാരാണെന്നുള്ള രീതിയിൽ തന്നെ കാര്യങ്ങൾ അവതരിപ്പിക്കുമ്പോൾ ഇതെല്ലാം കേട്ട് അനിരുദ്ധിനാകെ പേടിയാവുന്നുണ്ട്. കരീം സാഹിബ് കൺമണിയോട് വീട്ടിൽ പൊയ്ക്കോളാൻ പറഞ്ഞു വിടുമ്പോൾ അനിരുദ്ധ ആണെങ്കിലും മറുത്തൊന്നും പറയാതെ നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അങ്ങനെ പോകാൻ തുടങ്ങുന്ന കൺമണിയോട് കരീം സാഹിബ് പേരെന്താണെന്ന് ചോദിക്കുമ്പോൾ കൺമണി എന്നാണെന്ന് പറയുന്നത് കേട്ടിട്ട് കരീം സാഹിബ് നല്ലത് വരട്ടെ എന്നുള്ള രീതിയിൽ 2 കൈകൾ കൊണ്ട് കൺമണി ഒന്ന് അനുഗ്രഹിക്കുന്നുണ്ട്. കൺമണിയാണെങ്കിലും സന്തോഷത്തോടെ അവിടെ നിന്ന് പോകുന്ന പോക്കിലും കൺമണി ഇടയ്ക്ക് തിരിഞ്ഞു നോക്കുന്നുണ്ട്. കരീം സാഹിബിനെ ആരാണെന്ന് മനസ്സിലാവാത്തത് കൊണ്ട് തന്നെ കൺമണി പോയതിനു ശേഷം കരീം സാഹിബ് അനിരുദ്ധിനോട് പറയാണ്, ഇപ്പൊ പോയ കുട്ടിയുണ്ടല്ലോ, ദൈവാനുഗ്രഹമുള്ള കുട്ടിയെ, അതിനെ തൊട്ടാലേ പൊള്ളും. അപ്പൊ പിന്നെ എങ്ങനെയാ സാറ് ഞങ്ങൾക്കെതിരെയുള്ള ഫയൽ എഴുതിക്കോ. എന്താ എഴുതുന്നില്ലേ? അനിരുദ്ധാകട്ടെ അവിടെ നിന്ന് ചമ്മി രക്ഷപ്പെടുന്നുണ്ട് വേഗം. മാനസവും ആന്റിയമ്മയും നല്ല സന്തോഷത്തിലാണ്. കാരണം കൺമണിയുടെ ബന്ധുക്കളായ അമ്മായിമാരെ തുരത്തി ഓടിച്ചല്ലോ. ഇങ്ങനെ ഒരു കാര്യം ചെയ്തതില് മാനസയെ പ്രശംസിക്കുന്നുണ്ട് ആന്റിയമ്മ. അമ്മായിമാരുടെ സസ്പെൻഷനെ കുറിച്ച് കൺമണി നിന്നോട് എന്തെങ്കിലും ചോദിക്കാൻ വന്നിരുന്നോന്ന് ആന്റിയമ്മ ചോദിക്കുമ്പോ അവൾ എന്തെങ്കിലും ചോദിക്കാൻ വന്നിരുന്നെങ്കിലെന്ന് ഞാൻ ആശിച്ചിരുന്നു. പക്ഷെ അവൾ വന്നിരുന്നെങ്കിൽ ഓഫീസിലെ എല്ലാവരുടെയും മുൻപിൽ നിർത്തി അവളെ ഞാൻ തൊലി ഉരിച്ചേനെ. ഒരു കൺമണി, ആരാ അവള്? വൃത്തികെട്ടവള്. ചില സമയത്ത് തോന്നും അവളെ അങ്ങ് പച്ചയ്ക്ക് കത്തിച്ചാലൊന്ന്. പക്ഷെ ഞാനത് ചെയ്യും ആന്റിയമ്മ. ഒരു ദിവസം എന്റെ ജീവിതം ഇല്ലാതാക്കാൻ വേണ്ടി കയറി വന്നിരിക്കുന്നവളവള്. അതേസമയം ആന്റിയമ്മ മാനസിക്കൊരു മുന്നറിയിപ്പ് കൊടുക്കുന്നുണ്ട്, ഒരു കരുതൽ ഉണ്ടായിരിക്കണമെന്ന്. കാരണം അവളെ സ്വാധീനിച്ച് നീ വരച്ച ഡിസൈനിന് സമ്മാനം കിട്ടിയിട്ടുണ്ട്. അത് അവള് വിളിച്ചു പറഞ്ഞാലോ? എന്നാൽ മാനസ പറയും, അതൊക്കെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞു ആന്റിയമ്മ. മാത്രമല്ല ഇനിയിപ്പോ അത് പറഞ്ഞാലും ആരും വിശ്വസിക്കുകയില്ല. അവൾ എന്തെങ്കിലും വിളിച്ചു പറഞ്ഞാലേ അതൊക്കെ പൊളിച്ചെടുക്കാനുള്ള പോയിന്റുകൾ എന്റെ കയ്യിലുണ്ട് എന്നൊക്കെ വലിയ അഹങ്കാരത്തോടെ പറയുകയാണ് മാനസ. തുടർന്ന് ആന്റിയമ്മ ലോണിന്റെ കാര്യത്തിന് അവൾ എന്തുകൊണ്ടായിരിക്കും വരാത്തത് എന്ന് സംശയം പ്രകടിപ്പിക്കുമ്പോ എന്തായാലും ശരി, അവൾക്ക് ലോണിന് വേണ്ടി വരാതിരിക്കാൻ പറ്റില്ല ആന്റിയമ്മ. ഞാനും ആന്റിയമ്മയൊക്കെ ഒപ്പിട്ടാലേ അവൾക്ക് ലോൺ കിട്ടൂ. അതുകൊണ്ട് അവള് വരും. കൺമണിയോട് ഞാൻ ഡോക്യുമെന്റ്സ് ഒക്കെ ആയിട്ട് ഇങ്ങോട്ട് വരാൻ പറയും. പിന്നെ നമ്മൾ 2 പേരും ചേർന്ന് അവളെ ഇവിടെ ഇട്ട് ലിഫ്റ്റും റൈറ്റും തകർക്കണം. ഇങ്ങനെയൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട് മാനസ. അതേസമയം ആന്റിയമ്മ പറയും, വരയ്ക്കാനുള്ള അവളുടെ കഴിവ് കൊണ്ടാണ് അവൾക്കിപ്പോ ഒരു മതിപ്പ് വന്നതെന്ന്. എന്നാൽ അത് കേട്ട് മാനസയ്ക്ക് ദേഷ്യം വരുന്നുണ്ട്. ഓ പിന്നെ അവൾക്ക് എന്ത് മതിപ്പ്, എന്ത് കഴിവിരിക്കുന്നു അവൾക്ക്. പൊട്ടക്കണ്ണൻ മാവേലെറിയുന്ന പോലെ 1 2 വരച്ചു. അതെന്തോ ആനന്ദ വരെയാണെന്നും പറഞ്ഞ് എല്ലാവരും കൂടെ തലയിലെടുത്ത് വെച്ചു. ആന്റിയമ്മയെ പോലുള്ളവരാണ് അവളെ എന്തൊക്കെയോ വലിയ സംഭവമായിട്ട് കാണുന്നത്. ഏതായാലും ഞാൻ കൊണ്ടുവരുന്ന പുതിയ ഡിസൈനർ ചാർജ് എടുക്കുന്നതോടുകൂടി അലികയിൽ നിന്ന് അവൾ ഔട്ടാ. അവളെ പരസ്യമായിട്ട് അവിടെ ഇട്ട് പൊരിക്കും ഞാൻ. കൃഷിപ്പ് എന്നോട് ചെറുതായിട്ട് അടുത്തു തുടങ്ങിയിട്ടുണ്ട്. ആ ചായ്വ് ഞാൻ പൂർണ്ണമാക്കും. ആന്റിയമ്മയും മാനസയ്ക്ക് സപ്പോർട്ടായിക്കൊണ്ട് തന്നെ പറയുന്നു, അതെ, അവനെ നീ വരച്ച വരയിൽ നിർത്തണം മോളെ. അതാണ് പെണ്ണിന്റെ കഴിവ്. കൺമണിക്കെതിരെ ഒരു കേസ് ഉണ്ടാക്കണമെന്നാണ് വരുൺ എന്നോട് പറഞ്ഞത്. പോലീസ് അവന്റെ കയ്യിലുണ്ട്, ബാക്കി അവൻ നോക്കിക്കോളും. കൺമണിയുടെ നാശത്തിന് ഞാൻ തുടക്കമിട്ടെന്നും മാനസ പകയോടെ പറയുന്നു. അതിനുശേഷം കാണിക്കുന്നത് ഒറ്റയ്ക്ക് കരഞ്ഞുകൊണ്ടിരിക്കുന്ന കൺമണിയുടെ അടുത്തേക്ക് ദേവ്ജി വന്നിട്ട് എന്താ ഒരു ഗൂഢാലോചന എന്ന് കേട്ടിട്ട് കൺമണിക്ക് മനസ്സിലാവുന്നില്ല. അതെന്താണ് ചോദിക്കുമ്പോ ഗൂഢമായിട്ടുള്ള ഗൂഢാലോചന. ദേവ്ജിയുടെ ആ തമാശ കേട്ടിട്ട് കൺമണി ഒന്ന് ചിരിക്കുന്നുണ്ട്. ശേഷം വിഷമത്തോടെ പറയും, എന്റെ ജീവിതം ഏത് വഴിയിലൂടെയാണ് പോകുന്നതെന്ന് എനിക്ക് അറിയില്ലെന്ന്. അപ്പോ ദേവ്ജി കൺമണിക്ക് ധൈര്യം കൊടുത്തുകൊണ്ട് പറയും, കൺമണിയുടെ ജീവിതം സേഫ് സോണിൽ തന്നെയാണ് പോകുന്നത്. അത് കൺമണി തിരിച്ചറിയും വൈകാതെ തന്നെ. സാറിങ്ങനെ നല്ല വാക്കുകൾ പറയുമ്പോൾ എനിക്ക് ആശ്വാസം തോന്നുന്നുണ്ട്. ഞാനിപ്പോ ഏറ്റവും കൂടുതൽ വിഷമിക്കുന്നത് വീടിനെ കുറിച്ച് ആലോചിച്ചാ സാർ എന്നിങ്ങനെ പറയുന്നുണ്ട് കൺമണി.